ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതും ഇനി വരാനിരിക്കുന്നതുമായ OTT റിലീസുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കിനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ഇരുനിറം. ജിൻഡോ തോമസ് സംവിധാനം ചെയ്ത് തന്മയ സോൾ, നിഷ സാരംഗ്, ദിനേശ് പ്രഭാകർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഫാമിലി ഡ്രാമ ഫിലിമാണ് ഇരുനിറം. ഏപ്രിൽ 24 മുതൽ മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മൂവി അമ്പലമുക്കിലെ വിശേഷങ്ങൾ. ഗോകുൽ സുരേഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജയറാം കൈലാസ് സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് അമ്പലമുക്കിലെ വിശേഷങ്ങൾ. ഇതിൽ ഗോകുൽ സുരേഷിനെ കൂടാതെ ലാൽ, ഗണപതി, മേജർ രവി, ധർമ്മജൻ ബോൾക്കാട്ടി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 2025 ഡിസംബർ 12 റിലീസ് ചെയ്ത ഈ മൂവി തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു. ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വെറും 11 ലക്ഷം രൂപ മാത്രമായിരുന്നു. സിംപ്ലി സൗത്തിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി ഇപ്പോൾ മനോരമ മാക്സിലൂടെയും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ദി കേരള സ്റ്റോറി 2. 2023 പുറത്തിറങ്ങിയ ദി കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമാണ് ദി കേരള സ്റ്റോറി 2. ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ടായ ദ കേരള സ്റ്റോറി ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച മൂവിയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു സെക്കൻഡ് പാർട്ടും. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത ഈ മൂവി തിയേറ്ററിൽ ഒരു വൻ പരാജയമായിരുന്നു. കാമാക്യ നാരായണ സിംഗ് സംവിധാനം ചെയ്ത് ഉൽക്ക ഗുപ്ത, അദിതി ഭാട്ടിയ, ഐശ്വര്യ ഓച്ച എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ മൂവിയിൽ പ്രണയവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ വിവാഹം കഴിക്കുകയും വിവാഹശേഷം അവർ നേരിടേണ്ടി വരുന്ന കഠിനമായ നിയന്ത്രണങ്ങളും ദുരനുഭവങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. ഇപ്പോഴത്തെ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. ഈ വരുന്ന മെയ് മാസം 1 തീയതി മുതൽ ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം വെബ് സീരീസാണ് കിടിലം പാറു. ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സീരീസിന്റെ പ്രമേയം. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ സീരീസിന്റെ OTT റൈറ്റ്സ് മനോരമ മാക്സ് ആണ് നേടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സീരീസ് മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഗലാട്ട ഫാമിലി. വിമൽ, അനിക വിക്രമൻ, ആനന്ദ് രാജ്, മീരാകൃഷ്ണൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സർക്കുണൻ സംവിധാനം ചെയ്തൊരു കോമഡി ഫാമിലി എന്റർടൈനറാണ് ഗലാട്ട ഫാമിലി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് മൂവിയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി, SJ സൂര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്തൊരു സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. ഈ മൂവിയുടെ ബഡ്ജറ്റ് 60 കോടിയും വേൾഡ് വൈഡ് കളക്ഷൻ 51 കോടിയുമായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മെയ് 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തമിഴ് മൂവിയാണ് നീ ഫോറെവർ. 2026 മാർച്ച് 27 റിലീസ് ചെയ്ത ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് അശോക് കുമാർ കലൈവാണിയാണ്. സുദർശൻ ഗോവിന്ദ്, അർച്ചന രവി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. റൊമാൻറ്റിക് ഡ്രാമ മൂവിയായ നീ ഫോറെവറിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം മൂവിയാണ് ആട് 3. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, ധർമ്മജൻ ബോൾക്കാട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തൊരു ഫാന്റസി കോമഡി ചിത്രമാണ് ആട് 3. തിയേറ്ററിൽ നിന്നും 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C5 ആണ്. മെയ് മാസം 1 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് രാഗാസ. സംഗീത്, ശോഭൻ, നയൻ സരിക എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. മാനസ ശർമ്മ സംവിധാനം ചെയ്തൊരു ഹൊറർ ഫാന്റസി കോമഡി ത്രില്ലറാണ് രാഗസ. 2026 ഏപ്രിൽ 3 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 1 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു കന്നഡ ഫാന്റസി കോമഡി ത്രില്ലർ വെബ് സീരീസ് ആണ് ജെറാക്സ്. ഒരിക്കൽ ഒരു പഴയ ഫോട്ടോ കോപ്പി മെഷീനുള്ളിലേക്ക് ഒരു നിഗൂഢമായ ഒരു ALS വീഴുന്നതും അതോടെ ആ മെഷീന് വിചിത്രമായ കഴിവ് ലഭിക്കുന്നു. ഈ ഫോട്ടോ കോപ്പി മെഷീൻ ഉപയോഗിച്ച് മനുഷ്യരെയും ഡ്യൂപ്ലിക്കേറ്റായി ചെയ്യാൻ സാധിക്കുന്നു. അതോടെ ആ മെഷീനിൽ കയറുന്ന ആളിന്റെ അതേ രൂപവും സ്വഭാവവും ഓർമ്മയുമുള്ള മറ്റൊരു വ്യക്തി പുറത്തു വരുന്നു. ഇതോടെ സമൂഹത്തിൽ ഒരേപോലെയുള്ള ഒന്നിലധികം ആളുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇതുമൂലമുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളാണ് ഈ സീരീസിന്റെ പ്രമേയം. നാഗഭൂഷണയാണ് ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ശ്രീനിധി ബംഗളൂരു സംവിധാനം ചെയ്ത ഈ സീരീസിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. 6 എപ്പിസോഡുകളുള്ള ഈ സീരീസ് C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അനിൽ കപൂർ പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ് 24. രാജ്യത്തിനെതിരെയുള്ള തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ 24 മണിക്കൂർ അദ്ദേഹം നടത്തുന്ന നീളുന്ന പോരാട്ടമാണ് ഈ സീരീസിന്റെ പ്രമേയം. ഈ സീരീസ് തന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു അനുഭവമായിരുന്നുവെന്ന് അനിൽ കപൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് മാർട്ടി സുപ്രീം. ഒരു സ്പോർട്സ് കോമഡി ഡ്രാമ സിനിമയാണ് മാർട്ടി സുപ്രീം. മാർട്ടി റൈസ്മൻ എന്ന അമേരിക്കൻ ടെന്നീസ് താരത്തിന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ പ്രകടനത്തിന് ഈ സിനിമയിലെ നായകനായ തിമോത്തി ഷാലമേറ്റിന് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിയെയും മോഹൻലാലിനും കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനം ചെയ്ത് ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന മൂവിയാണല്ലോ പാട്രിയോട്ട്. ഇതിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനും കൂടാതെ ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 2026 മെയ് 1 റിലീസ് ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ പാട്രിയോട്ടിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ സിനിമ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണ്. ഏകദേശം 140 കോടി രൂപയാണ് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് വന്നിരിക്കുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, UK, അസർബൈജാൻ, ദുബായ് എന്നിവിടങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ സിനിമയുടെ റിലീസിന് വേണ്ടി.